നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കുല വിതാനം വർണ്ണാഭമായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ സമ്മേളനത്തിനനുബന്ധമായി നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സംഗീതാരാധനയും മാതൃപൂജയും മാതൃസംഗമവും നടത്തി. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ക്രാക്റ്റിന്റെ നേതൃത്വത്തിൽ ജോസ് പെല്ലിശ്ശേരി കലാഭവൻ മണി സ്മാരക നാടകമേള 2025 തിരശ്ശീല ഉയർന്നു. മേലൂർ പൂലാനി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ നവരാത്രിയോടനുബന്ധിച്ച് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കലാകാരന്മാരെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി 108 ദുർഗാലയങ്ങളിലൊന്നായ കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കുല വിതാനം വർണ്ണാഭമായി. കണ്ണനും കദളിയും കർപ്പൂരവള്ളിയും പൂവനും ചാരപ്പൂവനും നേന്ത്രനുമൊക്കെയായി നൂറുകണക്കിന് പഴക്കുലകൾ കൊണ്ടാണ് ക്ഷേത്രാങ്കണം അലങ്കരിച്ചിട്ടുള്ളത്. നവരാത്രിക്കാലം തുടങ്ങിയാൽ പൂനിലാർക്കാവ് ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരുടെ പറമ്പുകളിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന കായക്കുലകൾ ക്ഷേത്രത്തിൻ്റെ കലവറയിൽ വെച്ച് പഴുപ്പിക്കും. തുടർന്ന് പൂജവെപ്പ് ദിവസം ക്ഷേത്ര നടപ്പുരയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പിൻ്റെ ചട്ടക്കൂടിൽ കുലകൾ കെട്ടിത്തൂക്കുകയായി. ആദ്യ ദിവസം മുഴുവനായി പഴുത്തിട്ടില്ലെങ്കിലും ആദ്യ രാവ് പിന്നിടുമ്പോഴേക്കും പൂർണ്ണമായും സ്വർണ്ണവർണ്ണമാകും. പഴക്കുലകൾ മാത്രമല്ല, ചെന്തെങ്ങിൻ കുലയും കുലവാഴയും കുരുത്തോലയും പൂമാലയുമൊക്കെയായി നടപ്പുരയെ മനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത്. സംഘമായാണ് വാഴക്കുല വെട്ടാൻ ഗ്രാമാന്തരങ്ങളിലേക്ക് പുറപ്പെടുക. ഓരോ പറമ്പിൽ നിന്നും വെട്ടിയെടുക്കുന്ന വാഴക്കുലകളിന്മേൽ നമ്പറിടുകയും അതേ നമ്പറും ആ വീട്ടുടമസ്ഥൻ്റെ പേരും വിലാസവും നോട്ടുബുക്കിൽ കുറിക്കുകയുമാണ്. നടപ്പുരയെ മനോഹരമാക്കിയ പഴക്കുലകളെ പാറാടയും മറ്റു പക്ഷികളും കൊത്താതിരിക്കാനുമൊക്കെയായി ഇനി വിജയദശമി വരെയുള്ള പകലിരവുകൾ ഈ പഴക്കുലകൾക്ക് കാവലായി ചെറുപ്പക്കാരും മധ്യവയസ്കരും വൃദ്ധരും ഒക്കെ അടങ്ങുന്ന ഭക്തരുടെ കൂട്ടായ്മയുണ്ട്. ഇക്കുറി നവരാത്രിയിലെ 3 രാത്രിയിലാണ് കാവൽ. രാത്രിയിൽ കഥകളും കട്ടൻ കാപ്പിയുമായാണ് ഈ പഴക്കുലകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത്. അഷ്ടമിയും നവമിയും പിന്നിട്ട് വിജയദശമി നാളിൽ രാവിലെ സരസ്വതി സന്നിധിയിൽ കുരുന്നുകളെ ഹരിശ്രീ കുറിക്കലും പൂജിച്ച പുസ്തകങ്ങൾ സ്വീകരിക്കലും കഴിഞ്ഞാലാണ് ഈ പഴക്കുലകൾ ഉടമസ്ഥർക്ക് വെട്ടിക്കൊടുക്കുക. കായക്കുലകളിലെ നമ്പറും നോട്ടുപുസ്തകത്തിലെ പേരും വിലാസവും ഒത്തുനോക്കി ആരുടെ കുലയാണോ വെട്ടിയതെന്ന് ഉറക്കെ വിളിച്ചു പറയും. ആ സമയത്ത് ഉടമസ്ഥർ അവരുടെ പഴക്കുലകൾ ഏറ്റുവാങ്ങും. ക്ഷേത്രത്തിലേക്ക് പഴക്കുലകൾ സമർപ്പിക്കുന്ന ഭക്തരുമുണ്ട്. അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവമായ നവരാത്രിക്കാലത്ത് ഇത്രയധികം പഴക്കുലകളാൽ അലങ്കാരം നടത്തുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൊടകര പൂനിലാർക്കാവ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ സമ്മേളനത്തിൻ്റെ അനുബന്ധമായി നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പ് CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. സ്വപ്ന സത്യൻ, രാജേശ്വരി AR, സജിത ജോയ്, റോസിലി പാപ്പച്ചൻ, അൻവർ സാദിഖ്, ആശ ഉണ്ണികൃഷ്ണൻ, സരിത രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സംഗീതാരാധനയും മാതൃപൂജയും മാതൃസംഗമവും നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന മാതൃഭാരതി അധ്യക്ഷയുമായ സൗമ്യ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ മാതൃസമിതി അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിച്ച സംഗീതാരാധനയും നൃത്തനൃത്യങ്ങളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പഞ്ചാരിമേളവും അരങ്ങേറി. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ബിന്ദു PP, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനു, ശിശുവാടിക മാതൃസമിതി പ്രസിഡന്റ് സിഞ്ചു വിനോദ് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ 1000-ഓളം കുട്ടികൾ അമ്മമാരുടെ പാദപൂജയോടെ മാതൃവന്ദനം നടത്തി.
മാതൃസമിതി സെക്രട്ടറി ഓഷിൻ രാജേഷ് സ്വാഗതവും മാതൃസമിതി വൈസ് പ്രസിഡന്റ് സൗമ്യ പ്രതീഷ് കൃതജ്ഞതയും പറഞ്ഞു. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ക്രാക്റ്റിൻ്റെ നേതൃത്വത്തിൽ ജോസ് പെല്ലിശ്ശേരി കലാഭവൻ മണി സ്മാരക നാടകമേള 2025 തിരശ്ശീല ഉയർന്നു. ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ നാടകമേള ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി.ഡി. ദിനേശ്, വ്യവസായി ജോണി മേച്ചേരി, എ.കെ. സുഗതൻ, ഡോക്ടർ നൈസി ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ.എ. ഉണ്ണികൃഷ്ണൻ, നാടകസമിതി ജനറൽ കൺവീനർ കെ.കെ. ശ്രീനിവാസൻ, ജോർജ് ടി. മാത്യു, പി. സുന്ദർദാസ്, സിമി അനൂപ്, ലൂയിസ് മേലേപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയുടെ കലാമേഖലയുടെ മികവും നേട്ടങ്ങളും പഴയകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പരിപാടിയായി ക്രാഫ്റ്റിൻ്റെ ഈ നാടകോത്സവം മാറട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ക്രാഫ്റ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും ചാലക്കുടിയുടെ പൊതുവായ വികസന പരിപാടികളിലെ പങ്കാളിത്തവും ഒക്കെ തീർച്ചയായും എടുത്തു പറയാനുള്ള ഒരു അവസരമായി കൂടി സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നോട്ട് പോകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ക്രാഫ്റ്റ് ഏറ്റവും വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുക്കുമ്പോൾ വളരെയേറെ സാങ്കേതികമായി സാമ്പത്തികപരമായിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കെയർ കേരള ഫൗണ്ടേഷൻ്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ അപ്പോളോ അഡിലക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ ചാലക്കുടി താലൂക്കിലെ മാധ്യമപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമായി ആരോഗ്യ സെമിനാറും ഫൈബ്രോ സ്കാൻ ക്യാമ്പും ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ വെച്ച് നടന്നു. ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കെയർ കേരള ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിത എൻ.ആർ. അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം രക്ഷാധികാരി M.S. സദാനന്ദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പ്രസ് ഫോറം സെക്രട്ടറി സുനിൽ സരോവരം, അപ്പോളോ ആശുപത്രി ഗ്രൂപ്പ് റവന്യൂ ഹെഡ് അനിൽകുമാർ TG എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർ മുഷ്കിന പുള്ളാട്ട് ആരോഗ്യ സെമിനാർ നയിച്ചു. കെയർ കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ഷാലി മുരിങ്ങൂർ നന്ദി പറഞ്ഞു. ചാലക്കുടി പ്രസ് ഫോറത്തിൻ്റെ ലാലുമോൻ ചാലക്കുടി, മുൻ പ്രസിഡന്റുമാരായ വേടിച്ചേട്ടൻ, ഷാലി മുൻപൂർ തുടങ്ങിയ ചാലക്കുടിയിലെ പ്രസ് ഫോറത്തിൻ്റെ പ്രിയ മെമ്പർമാരെ, കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മൾ ചാലക്കുടി പ്രസ് ഫോറവും ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷനുമായിട്ട് സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് ഇന്നിവിടെ നടക്കുന്ന സാമൂഹ്യ പ്രവർത്തനം നടപ്പിലാക്കുന്നതിന് ഉദ്ദേശലക്ഷ്യത്തോടെ രൂപപ്പെട്ട കെയർ കേരള ഫൗണ്ടേഷൻ ഇതിനോടകം തന്നെ 2 വർഷത്തോളം രൂപം കൊണ്ട് 2 വർഷത്തോളമായിട്ടുണ്ട്. ഈ 2 വർഷത്തോളം തന്നെ പല മേഖലയിലുള്ളവർക്കായി സേവന മേഖലകളുണ്ട്. ഉദാഹരണത്തിന് പോലീസ്, KSRTC ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ മേഖലകളിലുള്ളവർക്കായി പലതരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ വിവിധ ആതുരാലയങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വിവിധ മെഡിക്കൽ ക്യാമ്പുകളും വിവിധ പദ്ധതികളും. മേലൂർ പൂലാനി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ നവരാത്രിയോടനുബന്ധിച്ച് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കലാകാരന്മാരെ ആദരിച്ചു. സമാദരണം 2K25 എന്ന പേരിൽ നടത്തിയ ആദരവ് ചടങ്ങിൽ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G. പത്മനാഭസ്വാമി, ഡെപ്യൂട്ടി ചെയർമാൻ P.K. സുബ്രഹ്മണ്യൻ, പ്രധാനാധ്യാപിക റോഷ്നി CM, വിദ്യാലയ സമിതി രക്ഷാധികാരി V. വേണുഗോപാൽ, വിദ്യാലയ സമിതി സെക്രട്ടറി പ്രകാശൻ MP, ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് PM എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ നീതു CM, മിനി CC, അനഘ ബാലൻ, വിന്നി കൃഷ്ണ, അശ്വതി KR, കൃഷ്ണേന്ദു MK, അനറ്റ് വർഗീസ്, നിഷ PV, ഷമീദ തങ്കപ്പൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ഗാനമേള ട്രൂപ്പുകളിലെ ഗായകൻ കലാഭവൻ സുധി, 25 വർഷത്തോളമായി ചെണ്ടമേളത്തിൽ പ്രഗത്ഭനായ മേലൂർ കാലടി സ്വദേശി
നിതിൻ എൻ നായർ, ഓണംകളി പാട്ടെഴുതുന്ന റിഞ്ചു, പൂലാനിയിലെ സേനാപതി കവടിച്ചിന്തിരി നയിക്കുന്ന ചിന്തുപാട്ട് കലാകാരൻ MS പ്രദീപ് കുമാർ, ചിത്രകാരൻ അഖിൽ KA തുടങ്ങിയവരെയാണ് ആദരിച്ചത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആ പഠനവേള ഒരു വഴിക്കെത്തിയിട്ട് ഏത് മാർഗത്തിലേക്ക് അടുത്തതായിട്ട് ഞാൻ കാലുവയ്ക്കണം എന്നൊരു ചിന്തയിൽ നിന്ന് കല തന്നെ പ്രധാന വിഷയമായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു ഇന്ന് ഈ വേദി വരെ, അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റു വേദികൾ പ്രശസ്ത കലാകാരന്മാരോടൊപ്പം പങ്കിടാൻ കഴിഞ്ഞതും അതിനുള്ള അവസരം ഒരുക്കി തന്നതും അതിൽ ഒത്തിരി അഭിമാനിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ തന്നെയാണ് UGയും PGയും കഴിഞ്ഞത്. അഷ്ടമിച്ചിറ മാരേക്കാട് വീട്ടുപറമ്പിൽ നിന്നും 12 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. കണ്ണൻകാട്ടിൽ ഡോളിയുടെ വീട്ടുപറമ്പിൽ കുറുനരിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീട്ടുകാർ പെരുമ്പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ അവർ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർമാരായ ബിബീഷ്, ദീപു എന്നിവർ ചേർന്നാണ് പാമ്പിനെ സുരക്ഷിതമായി പിടികൂടിയത്. എന്നാൽ പെരുമ്പാമ്പിന്റെ ആക്രമണത്തിൽപ്പെട്ട കുറുനരി മരണപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,765 രൂപ, പവന് 86,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കുല വിതാനം വർണ്ണാഭമായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ സമ്മേളനത്തിനനുബന്ധമായി നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സംഗീതാരാധനയും മാതൃപൂജയും മാതൃസംഗമവും നടത്തി. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ക്രാക്റ്റിന്റെ നേതൃത്വത്തിൽ ജോസ് പെല്ലിശ്ശേരി കലാഭവൻ മണി സ്മാരക നാടകമേള 2025 തിരശ്ശീല ഉയർന്നു. മേലൂർ പൂലാനി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ നവരാത്രിയോടനുബന്ധിച്ച് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കലാകാരന്മാരെ ആദരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.